നമസ്കാരം, ഞാൻ വിനീഷ് രോഗിണി. യുവാക്കളുടെയും യുവതികളുടെയും പ്രിയങ്കരമായ നഗരം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ പോയി പഠിക്കുക, ബാംഗ്ലൂരിൽ ജോലി ചെയ്യുക, ബാംഗ്ലൂരിൽ ജീവിക്കുക എന്ന് പറഞ്ഞ് വേറെ തന്നെ ഒരു ലൈഫാണ്. നമുക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ മോശം എന്നല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂരിൽ നമുക്ക് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ഭയങ്കരമായിട്ട് ഒരു മാസമായിട്ടുള്ള റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. അടിപൊളി ബിസിനസ് ഐഡിയ ആണ്. നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റും, ഫുൾ ടൈം ആയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് ചെയ്തിട്ട് വലിയ രീതിയിലുള്ള റവന്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവൻ എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തി പോലും ഈ മോഡൽ ബിസിനസ് ചെയ്തിട്ട് നല്ല റവന്യൂ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ബിസിനസ് മോഡലിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ബാംഗ്ലൂരിലെ PG ബിസിനസ്. എന്തുകൊണ്ടാണ് ബാംഗ്ലൂരിൽ PG ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം? അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമ്മുടെ കയ്യിൽ കേവലം ഒരു 15 മുതൽ ഒരു 25 ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 50,000 മുതൽ ഒരു 1.5 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് മന്ത്ലി റവന്യൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനീഷ്യലി ഈ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് മുഴുവൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് തന്നെ നമുക്ക് എന്തുകൊണ്ട് തുടങ്ങണം? ഒന്ന്, 21 ലക്ഷം IT വർക്ക് ഫോഴ്സുകൾ എവിടെയുണ്ട്? ഈ പറഞ്ഞ ബാംഗ്ലൂരിന്. IT-യുമായി ബന്ധപ്പെട്ടുള്ള മെയിൻ ഹബ്ബാണ്, IT ഹബ്ബാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇയർലി 4.5 to 5.5% റെന്റൽ ഈൽഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഹയസ്റ്റ് ഈൽഡിങ് കിട്ടുന്ന ഒരു സിറ്റിയാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ഫീൽഡ് ഗ്രോത്ത്, അതൊരു വലിയൊരു കാര്യമാണ്. ടെക് റിലേറ്റ് ചെയ്തിട്ടുള്ള വലിയ വലിയ കമ്പനികൾ, ഇപ്പൊ ഈവൻ ഗൂഗിൾ അടക്കമുള്ള വലിയ വലിയ കമ്പനികളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പലതരത്തിലുള്ള ഡെവലപ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ടീമൊക്കെ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഓപ്പർച്യൂണിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ടൈപ്പ് ഫെസിലിറ്റീസും ബാംഗ്ലൂരുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസും ഫ്രഷേഴ്സും. ഇപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിൽ ബാംഗ്ലൂരിൽ പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പുതിയതായിട്ട് ജോലിക്ക് വരുന്നവർ ബാംഗ്ലൂരിൽ പോയിട്ട് ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സെറ്റപ്പാണ്. ഇന്ത്യയുടെ സിലിക്കോൺ വാലി എന്നറിയപ്പെടുന്നത് ഈ ബാംഗ്ലൂരാണ്. 1.5 കോടിയാണ് ബാംഗ്ലൂരിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ബാംഗ്ലൂരിൽ ഈ PG ബിസിനസ് തുടങ്ങുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൊക്കാലിറ്റീസ് നമുക്ക് അറിയണമല്ലോ. അപ്പൊ അതിൽ ഒന്ന് കൊരമംഗലയാണ്. കൊരമംഗലം വളരെ ഫേമസ് ആണ്. ഏകദേശം ഒരു 12,000 മുതൽ 17,000 രൂപയൊക്കെ റെന്റ് ഉണ്ട് പെർ മന്ത്. ഓക്കെ, ഇനി അടുത്തതാണ് HSR ലേഔട്ട്. അവിടെ ഒരു 10,000 മുതൽ 17,000 രൂപ വരെ നമുക്ക് റെന്റ് വരും. ബഡ് സ്പേസ് ആട്ടാ, ഒരു ബിൽഡിംഗ് ഒന്നല്ല, ബഡ് സ്പേസിന് കിട്ടുന്ന റെന്റ് ആണ്. അതിൽ താഴെയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ഫീൽഡ് ആണെങ്കിൽ 8K മുതൽ 14,000 വരെ റേറ്റ് വരും. 8,000 മുതൽ 14,000 വരെ വരും റേറ്റ്. ഇത് നല്ല സെറ്റപ്പ് ആയിരിക്കും. ഒരു 1 BHK പോലെയുള്ള ഒരു ബെഡ് സ്പേസ് ആയിരിക്കും. 1 BHK ആയിരിക്കും. എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇലക്ട്രോണിക് സിറ്റിയിലാണെങ്കിൽ 7,000 മുതൽ 13,000 രൂപയാണ് റേറ്റ് വരുന്നത്. ദെൻ മരത്തഹള്ളിയിലാണെങ്കിൽ 7,000 മുതൽ 12,000 രൂപ റേറ്റ് വരും. മാനിയാട്ടയിലാണെങ്കിൽ 10,000 മുതൽ 17,000 രൂപ വരെയാണ് റെന്റ് വരുന്നത്. ഇനി ഈ ബിസിനസ് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? വെറും 5 ഘട്ടമായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. ഓരോ ഘട്ടം കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ പിക്ക് ചെയ്യുന്നതാണ്. ബെസ്റ്റ് ലൊക്കേഷൻ നമ്മൾ ഇതിൽ പിക്ക് ചെയ്യാം. കോരമംഗലം പിക്ക് ചെയ്യാം, HSR ലേഔട്ട് പിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു ലൊക്കേഷൻ നമുക്ക് ഫസ്റ്റ് പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബിൽഡിംഗ് ലീസിന് എടുക്കണം. അവിടെ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്, കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ്. അപ്പൊ ബിൽഡിംഗ് ഓണേഴ്സിനോട് പോയിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ബിൽഡിംഗ് ലീസിന് എടുക്കണം. ഫിനിഷ് ചെയ്ത ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബിൽഡിംഗ് എടുത്തിട്ട് നമ്മൾ പിന്നെ അതിനെന്ത് ചെയ്യണം? ഫർണിഷിങ്. ചിലപ്പോൾ വലിയ ഹാളുകളൊക്കെ ആയിട്ടായിരുന്നു നമുക്ക് കിട്ടുക. അപ്പൊ അതിനെയൊക്കെ കൃത്യമായിട്ട് ഫർണിഷ് ചെയ്തിട്ട് ഓരോ റൂമുകളാക്കി മാറ്റി ഓരോ സിംഗിൾ റൂമുകളാക്കിയിട്ട് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ റെന്റ് ഔട്ട് ചെയ്യണം. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഫർണിഷിങ് ഇമ്പോർട്ടന്റ്. ആ ഫർണിഷിങ്ങിനാണ് നമുക്ക് ഇത്രയും വലിയൊരു കോസ്റ്റ് വരുന്നത്. ഇനീഷ്യലി നമ്മളൊരു ഡെപ്പോസിറ്റ് കൊടുക്കണം ഈ ബിൽഡിംഗ് ഓണർക്ക്. അതൊന്ന്. രണ്ടാമത്തത് ഈ പറഞ്ഞ ഫർണിഷിങ്ങിന് വരുന്ന ഒരു കോസ്റ്റ്. അപ്പൊ ഈ 2 കോസ്റ്റ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നത്. അടുത്താണ് ലൈസൻസ് പ്ലസ് GST. PG റൺ ചെയ്യാനുള്ള ലൈസൻസും GST കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഗവൺമെന്റ് തലത്തിലുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് അവിടെയുള്ള അതോറിറ്റീസിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അടുത്താണ് ലോഞ്ച് ആൻഡ് മാർക്കറ്റ്. സിമ്പിൾ ആണ്. നിങ്ങൾ എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഫെസിലിറ്റീസ്, യുണീക്ക് ആയിട്ടുള്ള ബാംഗ്ലൂരിലെ ആൾക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? 100 ആൾക്കാരോട് വെറുതെ പോകുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റ് ചെയ്തിട്ടല്ലാതെ, ഫ്രണ്ട്സ് അല്ലാതെ അവരുടെ ഫ്രണ്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അനോണിമസ് ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട്, നിങ്ങൾക്ക് അറിയാത്തൊരു വ്യക്തി, അൺനോൺ പേഴ്സൺസിനോട് നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? ബാംഗ്ലൂരിലെ പ്രോബ്ലത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ അവർ പറഞ്ഞു തരും. ഇങ്ങനെ താമസിക്കുന്ന PGസിൽ താമസിക്കുന്ന ആൾക്കാരോട്. അപ്പൊ അവർ ഇന്ന ഫെസിലിറ്റീസ് ഇല്ല, ഇന്ന ബുദ്ധിമുട്ടാണ് ഇവിടെ ഉള്ളത്, ഇപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് ആ പ്രോബ്ലംസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നിങ്ങളുടെ PGയിൽ ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു കോണ്ടന്റ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ബാംഗ്ലൂരിനെ ടാർഗറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ HSR ലേഔട്ട് അല്ലെങ്കിൽ കോരമംഗലം അവിടെ പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇൻസ്റ്റാഗ്രാമിൽ ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ,
ഒരുപാട് 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 ആൾക്കാർ അന്വേഷിച്ചു വരും. അല്ലാതെ തന്നെ അന്വേഷിച്ച് വരും. ഒരു ബിൽഡിംഗ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു സ്പേസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വരും. അത്രയും നല്ല ഓർഡറുകൾ നിങ്ങൾക്ക് കിട്ടും. പെട്ടെന്ന് ഫിൽ ഔട്ട് ആവും. ഓരോരോ ആൾക്കൊക്കെ എത്രയോ PG-കൾ 10-100 PG-കളുള്ള വ്യക്തികളുണ്ട്. ഒരുപാട് വലിയ ഹയർ ലെവലിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു 30 ബെഡുള്ള ഒരു PG സ്പേസിനകത്ത് നമുക്ക് എന്തോരം റവന്യൂ മന്ത്ലി ഉണ്ടാക്കാമെന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്ന്, വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്. ഡെപ്പോസിറ്റ് ഒരു 2 months 2 lakh rupees ഇനീഷ്യൽ ഡെപ്പോസിറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതുപോലെ ഫർണിഷിംഗിന് നമ്മളൊരു 8 ലക്ഷം രൂപയുടെ ചെലവ് വരും. യൂട്ടിലിറ്റി ആൻഡ് സെറ്റപ്പ് കോസ്റ്റ് ആയിട്ട് ഒരു 5 lakh rupees വരും. ടോട്ടൽ ഒരു 15 മുതൽ 25 ലക്ഷം രൂപ വരെ റേഞ്ച് നമുക്ക് വരും ഒരു 30 ബെഡ് സ്പേസിന്. ഇനി ആ 30 സ്പേസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റവന്യൂ ഓൾമോസ്റ്റ് 30 × 10,000 രൂപ. ഒരു 10,000 രൂപ സ്പേസിന് നമുക്ക് കിട്ടും. ആ 10,000 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയുടെ റവന്യൂ ഒരു മാസം കിട്ടും. ആ 3 ലക്ഷത്തിൽ ബിൽഡിങ്ങിന്റെ റെന്റ് നമ്മൾ ഒരു 80,000 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി അതുപോലെ തന്നെ ഫുഡ് സ്റ്റാഫിന്റെ എക്സ്പെൻസ് ആയിട്ട് ഒരു 80,000 പോയി. അതുപോലെ തന്നെ യൂട്ടിലിറ്റി ആൻഡ് മിസലേനിയസ് എക്സ്പെൻസ് ആയിട്ട് ഒരു 40,000 പോയി കഴിഞ്ഞാൽ അറ്റ വരുമാനം എന്ന് പറഞ്ഞാൽ നെറ്റ് റവന്യൂ എന്ന് പറയുന്നത് ഒരു 60,000 മുതൽ 1.5 lakh rupees വരെ പെർ മന്ത് ഏൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് PG-കൾ നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. അങ്ങനെ വലിയ രീതിയിലുള്ള റവന്യൂ ഉണ്ടാക്കി എടുക്കുക. നല്ല സുഖമാണ്. സ്റ്റാഫ് ഉണ്ട്. സ്റ്റാഫ് അവർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് സ്റ്റാഫിനെ നിങ്ങൾ വെക്കുക. കുറച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് പരിപാടികളൊക്കെ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറഞ്ഞ യൂട്ടിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇന്റർനെറ്റ് സൗകര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കാം. ഒരുപാട് ഫെസിലിറ്റീസ് കാര്യങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരുണ്ട്. കൂടുതൽ റെന്റ് നിങ്ങൾക്ക് വാങ്ങിക്കാനും നിങ്ങൾക്ക് പറ്റുമെന്നതിൽ ഒരു തർക്കമില്ല. ഇനി ഇത് സക്സസ് ആവാനുള്ള 5 പ്രധാനപ്പെട്ട നുറുങ്ങുകളാണ് പറഞ്ഞു തരുന്നത്. ഒന്ന്, ലൊക്കേഷൻ ഈസ് എവറിത്തിങ്. നല്ല ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് കൊടുക്കുക. ലോക്കൽ ഫുഡുകളൊന്നും കൊടുക്കരുത്. നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. അത് 2-3 വിഭവങ്ങളാണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ പ്രിപ്പയർ, നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ വൈഫൈ ആൻഡ് പവർ കണക്ഷൻ. ഒരു വൈഫൈ എപ്പോഴും 24/7 വൈഫൈ കണക്ഷൻ സെറ്റപ്പ് ചെയ്യാം. ലോഡ് ബാലൻസർ ഒക്കെ വെച്ചിട്ട് 2 കണക്ഷനൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഒരു കണക്ഷനിൽ നിന്ന് നെറ്റ് പോയാലും മറ്റേ കണക്ഷനിൽ നിന്ന് നെറ്റ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നെറ്റ് കിട്ടും, ഇന്റർനെറ്റ് കിട്ടും. അതുപോലെ തന്നെ പവർ ബാക്കപ്പ്, എപ്പോഴും പവർ ബാക്കപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ജനറേറ്റർ ഓട്ടോമാറ്റഡ് ആയിട്ട് കറണ്ട് പോകുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റഡ് ആയിട്ട് ജനറേറ്റർ ഓൺ ചെയ്യുന്ന രീതിയിലുള്ള ജനറേറ്ററുകളൊക്കെ സെറ്റപ്പ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ EG മാനേജ്മെന്റ് ആപ്പ് ഉണ്ട്. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിൽ തന്നെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനും അവരുടെ ഡേറ്റ് അറിയാനും ഒക്കെ കാര്യങ്ങളൊക്കെ അതിലൂടെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ടെൻഷനില്ല. അവരോട് റെന്റ് താ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം കൃത്യമായിട്ട് അവർ ആപ്പിലൂടെ തന്നെ അവർക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ 40+ ബെഡ് ബ്രേക്ക് ഔട്ട് ആണ്. 40+ ബെഡ് നോർമലി സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റവന്യൂ ഉണ്ട്. ചെറിയ കുറച്ച് ബെഡ് സ്പേസ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ വലിയൊരു റവന്യൂ മോഡലിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷെ അത്രയും ഒരു 30, 35, 40, 50 ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റപ്പ് ചെയ്യുക. അപ്പൊ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ചാൻസ് ആണ്. വളരെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, നല്ല റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് നല്ലൊരു ചാൻസ് ആണ്. എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കുക. ഇത് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ കുറച്ച് ദിവസം താമസിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുക. എങ്ങനെയാണ് ഇതിന്റെ വർക്ക് മോഡൽ, എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള രീതി ചെയ്യുക. ഇനീഷ്യലി വേണമെങ്കിൽ ബാംഗ്ലൂരിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് മോഡൽ ഫസ്റ്റ് ചെയ്യുക, PG റൺ ചെയ്യുന്നവർ. അത് കഴിഞ്ഞിട്ട് പതിയെ സ്വന്തമായിട്ട് തുടങ്ങുക. എപ്പോഴും നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ ഒരു ആശയം ഉണ്ടെന്ന് പറഞ്ഞാൽ എടുത്തു ചാടി ചെയ്യരുത്. ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നവരുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്ത് കുറെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം വേണം പുതിയ മോഡലിലേക്ക് പോകാൻ. സോ ബാംഗ്ലൂരിലെ PG കേരളക്കാർക്കുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ അടിപൊളിയായിട്ടുള്ള ബിസിനസ് ആണ്. ഒരു 15 മുതൽ 25 ലക്ഷം രൂപയിൽ നമുക്ക് ഓൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു 60,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ നമുക്ക് റവന്യൂ കിട്ടും. ഏകദേശം ഒരു 14 മുതൽ 20 മാസത്തിനുള്ളിൽ നമുക്ക് ഇതിന്റെ ബ്രേക്ക് പീരീഡ് എന്ന് പറയുന്നത്. നല്ല വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈ PG ബിസിനസ് അടിപൊളിയായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. ഇതുപോലുള്ള ഒരുപാട് കോണ്ടന്റുകൾ വരുന്ന ദിവസങ്ങൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. മറ്റൊരു മികച്ച വീഡിയോ നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.